അൻസിബയും ഋഷിയും ജിൻഡോയും ഇരുന്ന് സംസാരിക്കുകയാണ്. അവരുടെ ടോപ്പിക് എന്ന് പറയുന്നത് അർജുനാണ്. അവിടെ അർജുനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അർജുൻ പുറകിൽ നിന്ന് കുത്തി എന്നാണ് ഇവരെല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അർജുനും ആ പെണ്ണുങ്ങളുടെ ഗ്രൂപ്പും കൂടിയാണ് ഇപ്പോൾ കളിക്കുന്നത് എന്നാണ് ഇവർ 3 പേരും അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ അവിടെ അൻസിബ പറയുന്നുണ്ട്, നമ്മുടെ അർജുൻ എന്ന് പറയുന്നത് ആട്ടിൻ തോലിട്ട ചെന്നായി ആണ് എന്ന് തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നാണ് അൻസിബ പറയുന്നത്. പുറകിൽ നിന്ന് നമ്മളെ കുത്തുക മാത്രമല്ല, നമ്മളെ ആ ഗെയിമിൽ തോൽപ്പിച്ചത് അർജുനല്ലേ. അർജുൻ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് കരുതിയില്ല. ഇപ്പോൾ ശരണ്യയും ഋഷിയും തമ്മിലുള്ള വഴക്കുണ്ടാകാനുള്ള കാരണം അർജുനാണ്. എന്നിട്ട് അർജുൻ അവിടെ മിണ്ടാതിരിക്കുന്നു. അർജുന് ഇപ്പം നമ്മുടെ അടുത്ത് സംസാരിക്കാൻ പോലും താല്പര്യമില്ല എന്നൊക്കെയാണ് അവരവിടെ ഇന്ന് സംസാരിക്കുന്നത്. ഋഷി പറയുന്നുണ്ട്, ഇനി അർജുന്റെ കാര്യം ഇവിടെ സംസാരിക്കേ വേണ്ട, ഇനി നമുക്ക് ആ ഒരു ടോപ്പിക്ക് വിടാം. അപ്പോൾ അൻസിബ പറയുന്നു, ഇല്ല ഞാൻ സംസാരിക്കുന്നില്ല, അവൻ ഇങ്ങോട്ട് ചിരിച്ചു ഞാൻ അങ്ങോട്ട് ചിരിക്കും, വല്ലതും ചോദിച്ചാൽ മറുപടി കൊടുക്കും എന്നല്ലാതെ ഞാൻ കാര്യമായി ഒന്നും സംസാരിക്കാൻ പോവാറില്ല. അവൻ ഒരു ആട്ടിൻ തോലിയിട്ട ചെന്നായി ആണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വൈകിപ്പോയി. ഇപ്പോൾ റോക്കി പോയ സമയത്ത് അവൻ കരഞ്ഞതെല്ലാം ഒരു ഡ്യൂപ്ലിക്കേറ്റ് കരച്ചിലായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എന്ന് അവിടെ പറയുന്നുണ്ട് അൻസിബ. ആ സമയത്ത് ജിൻഡോ പറയുന്നുണ്ട്, ഇല്ല എനിക്ക് ഒരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്, അത് ഞാൻ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്, അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും അവനെ വെറുത്തു പോവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയാത്തത് എന്ന് ജിൻഡോ എന്തായാലും എരുതിയിൽ എണ്ണയൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അൻസിബ പറയുന്നുണ്ട്, ഇല്ല അത് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഋഷിയും അവനും തമ്മിൽ സംസാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും എൻ്റെ അടുത്ത് പറയരുതെന്ന് പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അതൊന്നും എനിക്കൊരു വിഷയമല്ല, പ്രശ്നമല്ല എന്നവിടെ അൻസിബ പറയുന്നുണ്ട്. എന്തായാലും അർജുനും ഋഷിയും അൻസിബയും തമ്മിലുള്ള ആ കൂട്ടുകെട്ട് എന്തായാലും അടിച്ചു പിരിഞ്ഞ് തകിട് പൊടിയായിരിക്കുകയാണ്. ഇനി ഒരു നേരിട്ട് മുഖാമുഖമുള്ള ഒരു വഴക്ക് മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നത്. അതെന്തായാലും അടുത്ത് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവരെന്തായാലും അർജുന് പേരിട്ട് കഴിഞ്ഞു, ആട്ടിൻ തോലിട്ട ചെന്നായി എന്ന്.